ഹരിയോ. ഇന്ന് ശ്രീമന്നാരായണീയത്തിലെ 79-ാം ദശകത്തിലെ രുക്മിണീഹരണം എന്ന കഥ വിവരിക്കാം. ഒന്നാമത്തെ ശ്ലോകം. ബലസമേത ബലാനുഗതോ ഭവാൻ ഉരമഗാഹത ഭീഷ്മകമാനിത ദ്വിജസുതം ത്വതുപാഗമവാദിനം ധൃതരസാ തരസാ പ്രണനാമസ. അർത്ഥം: ബലസമേത ബലാനുഗതഃ ഭവാൻ, സൈന്യങ്ങളോടുകൂടി ബലഭദ്രൻ പിന്നിലുള്ള അവിടുന്ന് ഭീഷ്മകമാനിതഃ, ഭീഷ്മകനാൽ സൽക്കരിക്കപ്പെട്ടുകൊണ്ട് പുരം അഗാഹത, കുണ്ടിനപുരത്തിൽ എത്തി. ത്വതുപാഗമവാദിനം, നിന്തിരുവടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ദ്വിജസുതം, ബ്രാഹ്മണകുമാരനെ തരസാ ധൃതരസാ പ്രണനാമ, ആ രുക്മിണി പെട്ടെന്ന് സന്തോഷിച്ച് നമസ്കരിച്ചു. രണ്ടാമത്തെ ശ്ലോകം. ഭുവനകാന്തമവേക്ഷ്യത് നിശമ്യ ച ചേഷ്ടിതം വിപുലഖേദജുഷാം പുരവാസിനാം സരുദിതൈരുദിതൈരകമന്നിശാം. അർത്ഥം: ഭുവനകാന്തം ഭവദ്വപുഃ അവേക്ഷ്യ, ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരനായ അവിടുത്തെ തിരുവുടൽ കാണുകയും നൃപസുതസ്യ ചേഷ്ടിതം നിശമ്യച്ച, രാജകുമാരനായ രുക്മിണിയുടെ പ്രവൃത്തി കേൾക്കുകയും ചെയ്തപ്പോൾ വിപുലഖേദജുഷാം പുരവാസിനാം സരുദിതൈഹി ഉദിതൈഹി നിശാമഗമത്, വലിയ സങ്കടത്തിൽ അകപ്പെട്ട നഗരവാസികളുടെ കരച്ചിലും പറച്ചിലുമായി രാത്രി കടന്നുപോയി. മൂന്നാമത്തെ ശ്ലോകം. തദനു വന്ദിതുമിന്ദുമുഖീ ശിവാം വിഹിതമംഗലഭൂഷണഭാസുര നിരഗമദ്ഭവദർപ്പിതജീവിത സ്വപുരത സുഭടാവൃത. അർത്ഥം: തദനുഭവദർപ്പിത ജീവിത ഇന്ദുമുഖി, അതിനുശേഷം അവിടത്തേക്ക് തൻ്റെ ജീവിതം സമർപ്പിച്ച ചന്ദ്രമുഖിയായ രുക്മിണി വിഹിതമംഗളഭൂഷണഭാസുര, മംഗളാലങ്കാരങ്ങൾ അണിഞ്ഞ് ഏറ്റവും ശോഭയോടുകൂടി പുരതഃ മുമ്പിൽ സുഭടാവൃത ശിവാം വന്ദിതും സുപുരതഃ നിരഗമത്, ശൂരന്മാരായ പടയാളികളുമായി ശ്രീ പാർവതിയെ വന്ദിക്കുവാനായി തൻ്റെ അന്തഃപുരത്തിൽ നിന്ന് പുറപ്പെട്ടു. നാലാമത്തെ ശ്ലോകം. കുലവധൂഭിരുപേത്യ കുമാരിക ഗിരിസുതാം പരിപൂജ്യ ച സാദരം മുഹുരയാചത തത്പദപങ്കജേ നിപതിതാ പതിതാം തവ കേവലം. അർത്ഥം: കുമാരിക കുലവധൂഭിഃ ഉപേത്യ, രാജകുമാരിയായ രുക്മിണി മംഗല സ്ത്രീകളോട് കൂടിച്ചെന്ന് സാദരം ഗിരിസുതാം ച പരിപൂജ്യ, ഭക്തിയോടുകൂടി ശ്രീ പാർവതിയെ തൊഴുതു വന്ദിച്ച് തത്പദപങ്കജേ നിപതിത കേവലം തവ പതിതാം മുഹുഹു അയാചത, ആ ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച് നിന്തിരുവടി ഭർത്താവായി ഭവിക്കണമേ എന്ന് മാത്രം വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. അഞ്ചാമത്തെ ശ്ലോകം. സമവലോകകുതൂഹലസങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ നൃപസുതാ നിരഗാത് ഗിരിജാലയാത് സുരുചിരം രുചിരഞ്ജിതദിങ്മുഖ. അർത്ഥം: നൃപകുലേ സമവലോകകുതൂഹലസങ്കുലേ, രാജാക്കന്മാർ രുക്മിണിയെ കാണാനുള്ള ആഗ്രഹത്താൽ തിക്കിത്തിരക്കിയും ത്വയി നിഭൃതം ച സ്ഥിതി, നിന്തിരുവടി അനങ്ങാതെയും നിൽക്കുമ്പോൾ
നൃപസുത രുചിരഞ്ജിതധിങ്മുഖ. രാജകുമാരി രുക്മിണി ആ പ്രദേശം മുഴുവൻ തൻ്റെ സൗന്ദര്യത്താൽ ശോഭിപ്പിച്ചുകൊണ്ട് ഗിരിജാലയാത് സുരുചിരം നിരകാത്. ദേവീക്ഷേത്രത്തിൽ നിന്ന് അഴകോടെ പുറപ്പെട്ടു. ആറാമത്തെ ശ്ലോകം. ഭുവനമോഹനരൂപരുചാതയാ വിവശിതാഖിലരാജകദംബയാ ത്വമപി ദേവകടാക്ഷവിമോക്ഷണൈ പ്രമദയാ മദയാഞ്ജകൃഷേ മനാഗ്. അർത്ഥം: ഭുവനമോഹന രൂപരുച, ലോകത്തെ മയക്കുന്ന ശരീരകാന്തി പൂണ്ട്, വിവശിതാഖില രാജകദംബയാ തയാ പ്രമദയാ, എല്ലാ രാജാക്കന്മാരെയും പരവശന്മാരാക്കിത്തീർത്ത യുവതിയായ രുക്മിണി, ദേവ അല്ലയോ ഗുരുവായൂരപ്പ, ത്വം അപി കടാക്ഷ വിമോക്ഷണൈഹി മനാഗ്, നിന്തിരുവടിയെയും കൂടി കടക്കൺ നോട്ടങ്ങളെ കൊണ്ട് കുറഞ്ഞൊന്ന് മദയാഞ്ജകൃഷേ മയക്കുകയുണ്ടായി. ഏഴാമത്തെ ശ്ലോകം. ക്വനു ഗമിഷ്യസി ചന്ദ്രമുഖീതി താം സരസമേത്യകരേണ ഹരൻ ക്ഷണാത് സമധിരോപ്യ രഥം ത്വമപാഹൃതാ ഭുവി തതോ വിതതോ നിനതോ ദ്വിഷാം. ചന്ദ്രമുഖി അല്ലയോ ചന്ദ്രമുഖി, ക്വനു ഗമിഷ്യസി, നീ എവിടെ പോകാൻ തുടങ്ങുന്നു? ഇത് സരസമേത്യ എന്ന് സരസമായി പറഞ്ഞെടുത്ത് ചെന്ന് തം ക്ഷണാത് താം, നിന്തിരുവടി വേഗത്തിലാ രുക്മിണിയെ കരേണഹരൻ കൈകൊണ്ട് പിടിച്ച് രഥം സമധിരോപ്യ തേരിൽ കയറ്റി അപഹരിച്ച് അപാഹൃതാഹ കൊണ്ടുപോയി. തതഃ ദ്വിഷാം നിനതഃ ഭുവി വിതതഃ, അപ്പോൾ ശത്രുക്കളുടെ ശബ്ദം ഭൂമിയിൽ പൊങ്ങിപ്പരന്നു. എട്ടാമത്തെ ശ്ലോകം. ക്വനു ഗതഃ പശുപാലൈതി ക്രുധാ കൃതരണായധുഭിശ്ചജിതാ നൃപാ നതു ഭവാനുത ചാല്യത തൈരഹോ പിശുനകൈശുനകൈരിവ കേസരി. അർത്ഥം: പശുപാലഃ ക്വനു ഗതഃ, മാട്ടിടയൻ എവിടെ പോയി എന്ന് പറഞ്ഞ്, ഇതി ക്രുധാ കൃതരണാ നൃപാഃ, കോപിച്ച് യുദ്ധം ചെയ്ത രാജാക്കന്മാരെ, യതുഭിഃ ജിതാഃ ച, ബലഭദ്രാദി യാദവന്മാർ തോൽപ്പിക്കുകയും ചെയ്തു. ഭവാൻ തു ശുനകൈഹി, അവിടുത്തെ ആകട്ടെ നായ്ക്കൾക്ക്, കേസരി ഇവ, സിംഹത്തെ എന്ന പോലെ, പിശുനകൈഹി അതഃ, ദുഷ്ടന്മാരായ ആ രാജാക്കന്മാർക്ക്, ന ഉദചാല്യത അഹോ, അനക്കുവാൻ കഴിഞ്ഞില്ല, അത്ഭുതം. ഒൻപതാമത്തെ ശ്ലോകം. തദനു രുക്മിണമാഗതമാഹവേ വധമുപേക്ഷ്യ നിബധ്യ വിരൂപയൻ ഹൃതമദം പരിമുച്യ ബലോക്തിഭിഃ പുരമയാ രമയാ സഹ കാന്തയാ. അർത്ഥം: തദനു ആഹവേ ആഗതം, പിന്നീട് യുദ്ധത്തിന് വന്ന രുക്മിണം വധം ഉപേക്ഷ്യ കൊല്ലാതെ, നിബധ്യ വിരൂപയൻ ഹൃതമതം, പിടിച്ചുകെട്ടി താടിയും തലയും ചരച്ച് വിരൂപനാക്കി അഹങ്കാരം നശിപ്പിച്ച്, ബലോക്തിഭിഃ പരിമുച്യ, ബലഭദ്രൻ പറയുകയാൽ വിട്ടയച്ചു, രമയാ കാന്തയാ സഹ പുരം അയാഹ, പിന്നീട് ലക്ഷ്മീദേവിയാകുന്ന വല്ലഭയോട്, അതായത് രുക്മിണിയോട് കൂടി നിന്തിരുവടി ദ്വാരകാപുരിയിലേക്ക് മടങ്ങി. പത്താമത്തെ ശ്ലോകം. നവസമാഗമലജ്ജിതമാനസാം പ്രണയകൗതുകജൃംഭിതമന്മഥാം അരമയഃ ഖലു നാഥ യഥാ സുഖം രഹസിതാം ഹസിതാം ശൂലസന്മുഖീം. അർത്ഥം: നവസമാഗമലജ്ജിതമാനസാം, പുതിയ സമാഗമമാകയാൽ മനസ്സിൽ നാണം പൂണ്ടും
പ്രണയ കൗതുക ജൃംഭിതമന്മഥാം പ്രേമത്താലും സന്തോഷത്താലും കാമവികാരം വർദ്ധിച്ചും ഹസിതാം ശൂലസന്മുഖീം താം നാഥ ത്വം മന്ദഹാസപ്രഭയോടുകൂടി മുഖം തെളിഞ്ഞിട്ടുള്ള ആ രുക്മിണിയെ ഗുരുവായൂരപ്പ നിന്തിരുവടി രഹസി യഥാസുഖം അരമയഃ ഖലു വിജനസ്ഥലത്ത് സുഖം വർദ്ധിക്കുമാറ് രമിപ്പിച്ചുവല്ലോ. 11ാമത്തെ ശ്ലോകം. വിവിധ നർമ്മഭിരേവ മഹർനിശം പ്രമദമാകലയൻ പുനരേകതാ ഋജുമതേ കില വക്രഗിരാ ഭവാൻ വരതനോരതനോദതിലോലതാം. അർത്ഥം: ഏവം അഹർനിശം വിവിധ നർമ്മഭിഃ പ്രമദം ആകലയൻ ഭവാൻ. ഇപ്രകാരം പകലിരവ് പലതരം നേരമ്പോക്കുകൾ പറഞ്ഞ് സന്തോഷം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിന്തിരുവടി പുനഃ പിന്നെ ഏകദാ ഋജുമതേഹേ വരതനോഹോ ഒരു ദിവസം ബുദ്ധിക്ക് കപടമില്ലാത്ത സുന്ദരിയായ രുക്മിണിക്ക് വക്രഗിര അതിലോലതാം അതനോഹോ കില കപടവാക്ക് പറഞ്ഞ് അതിയായ ദുഃഖ ചാഞ്ചല്യം ഉണ്ടാക്കിത്തീർത്തു. 12ാമത്തെ ശ്ലോകം. തദധികൈരഥലാളന കൗശലൈ പ്രണയിനീമധികം സുഖയന്നിമാം അയി മുകുന്ദ ഭവച്ചരിതാനിന പ്രഗതതാം ഗതതാന്തിമപാകുരു. അർത്ഥം: അഥ തദധികൈഃ ലാളനകൗശലൈഃ പിന്നീട് അതിലും വലിയ സന്തോഷപ്രദങ്ങളായ ഉപായങ്ങൾ കൊണ്ട് പ്രണയിനീം ഇമാം പ്രേമഭാജനമായ ആ രുക്മിണിയെ അധികം സുഖയൻ മുമ്പത്തേക്കാൾ സുഖിപ്പിച്ചുകൊണ്ടിരുന്ന ത്വം നിന്തിരുവടി അയി മുകുന്ദ അലയോ മോക്ഷപ്രദനായ ഗുരുവായൂരപ്പ ഭവച്ചരിതാനി പ്രഗതതാം നഃ ഗതതാന്തിം അപാകുരു അവിടുത്തെ കഥകളെ വർണ്ണിക്കുന്ന എൻ്റെ രോഗപാരവശ്യം മാറ്റിത്തരണേ.